25:10-25 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ആത്മാഭിമാനി ആകാനുള്ള പ്രയത്നം ചെയ്യേണ്ടി വരുന്നത്. സത്യയുഗത്തിൽ അഥവാ കലിയുഗത്തിൽ ഈ പ്രയത്നം ഉണ്ടാകുന്നില്ല. ചോദ്യം: ശ്രീകൃഷ്ണന്റെ പേര് കൃഷ്ണന്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ പ്രശസ്തമാണ്. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ശ്രീകൃഷ്ണന് മുമ്പ് ആരുടെയെല്ലാം ജന്മമുണ്ടാകുന്നു, ആ ജന്മം യോഗബലത്തിലൂടെ അല്ല ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കൾ യോഗബലത്തിലൂടെ അല്ല ജന്മമെടുത്തത്. പൂർണ്ണമായും കർമാതീത അവസ്ഥയുള്ളവർ രാധാകൃഷ്ണന്മാരാണ്. അവരാണ് സദ്ഗതി നേടുന്നത്. എപ്പോഴാണോ എല്ലാ പാപാത്മാക്കളും ഇല്ലാതാകുന്നത്, അപ്പോൾ പുഷ്പങ്ങളുടെ, അതായത് പാവനമായ പുതിയ ലോകത്തിൽ ശ്രീകൃഷ്ണന്റെ ജന്മമുണ്ടാകുന്നു. അതിനെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. സംഗമത്തിൽ ശ്രീകൃഷ്ണന്റെ ആത്മാവ് ഏറ്റവും അധികം പുരുഷാർത്ഥം ചെയ്തു. അതിനാൽ കൃഷ്ണന്റെ പേര് പ്രശസ്തമായിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. 5000 വർഷങ്ങൾക്കു ശേഷം ഒരേ ഒരു തവണ കുട്ടികളെ വന്ന് പഠിപ്പിക്കുന്നു. പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് പതീത ലോകമാണ് എന്ന് സിദ്ധമാകുന്നു. പുതിയ ലോകം പാവന ലോകമായിരുന്നു. പുതിയ കെട്ടിടം സുന്ദരമായിരിക്കുന്നു. പഴയത് പൊട്ടിപ്പൊളിഞ്ഞതാകുന്നു. മഴയത്ത് നിലം പതിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നു, ബാബ പുതിയ ലോകമുണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിക്കും. ഇപ്രകാരം ഒരിക്കലും ഏതെങ്കിലും സന്യാസിമാരോ മറ്റോ തൻ്റെ ഫോളോവേഴ്സിനെ പഠിപ്പിക്കുന്നില്ല. അവർക്ക് ഇത് അറിയുകയേയില്ല. കളിയെക്കുറിച്ചും അറിയില്ല. കാരണം നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ആത്മാഭിമാനി ആകുന്നതിലാണ് കുട്ടികൾക്ക് പ്രയത്നമുണ്ടാകുന്നത്. കാരണം പകുതി കൽപ്പമായി നിങ്ങൾ ഒരിക്കലും ആത്മാഭിമാനി ആയിട്ടില്ല. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെ പരമാത്മാവ് എന്നല്ല. അല്ല, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാ ശിവനെ ഓർമ്മിക്കണം. ഓർമ്മയുടെ യാത്ര മുഖ്യമായതാണ്. അതിലൂടെയാണ് നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നത്. ഇതിൽ ഏതെങ്കിലും സ്ഥൂലമായ കാര്യമില്ല. മൂക്കോ കാതോ ഒന്നും അടയ്ക്കേണ്ടതില്ല. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ പകുതി കൽപ്പമായി വീണിരിക്കുന്നു. ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നത് കാരണം. ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കും. ഭക്തിമാർഗത്തിലും ബാബ ബാബ എന്ന് പറഞ്ഞു വരുന്നു. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ ഒരേ ഒരു ലൗകിക പിതാവാണ് ഉള്ളത്. അവിടെ പാരലൗകിക പിതാവിനെ ഓർമ്മിക്കുന്നില്ല. കാരണം സുഖമുണ്ട്. ഭക്തിമാർഗത്തിൽ പിന്നെ 2 പിതാവുണ്ടാകുന്നു, ലൗകികവും പാരലൗകികവും. ദുഃഖത്തിൽ എല്ലാവരും പാരലൗകിക പിതാവിനെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെയാണെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ്. ജ്ഞാനം ഉണ്ടായിരിക്കുന്നൊന്നുമില്ല. ഈ സമയത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ് ലഭിക്കുന്നത്. ബാബയാണെങ്കിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. പകുതി കൽപ്പം പരിധിയില്ലാത്ത പിതാവിന്റെ സുഖത്തിന്റെ സമ്പത്തുണ്ടായിരിക്കുന്നു. പിന്നെ ലൗകിക പിതാവിൽ നിന്നും അല്പകാലത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു.
ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ഇത് പുതിയ കാര്യമാണ്. 5000 വർഷത്തിൽ, സംഗമയുഗത്തിൽ ഒരു തവണയാണ് ബാബ വരുന്നത്. കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗ ആദിയുടെയും സംഗമത്തിലാണ് ബാബ വരുന്നത്, പുതിയ ലോകം വീണ്ടും സ്ഥാപിക്കാൻ. പുതിയ ലോകത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ ത്രേതയിൽ രാമരാജ്യം ഉണ്ടായിരുന്നു. ബാക്കി ദേവതമാരുടെയും മറ്റും ഇത്രയും ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളാണ്. ബാബ പറയുന്നു, ഇവയെല്ലാം മറന്നേക്കൂ. ഇപ്പോൾ തന്റെ വീടിനെയും പുതിയ ലോകത്തെയും ഓർമ്മിക്കൂ. ജ്ഞാനമാർഗം വിവേകത്തിന്റെ മാർഗമാണ്. അതിലൂടെ നിങ്ങൾ 21 ജന്മം വിവേകശാലിയായി മാറുന്നു. ഒരു ദുഃഖവും ഉണ്ടായിരിക്കുന്നില്ല. സത്യയുഗത്തിൽ ഒരിക്കലും നമുക്ക് ശാന്തി വേണം എന്ന് പറയില്ല. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. ബാബ നിങ്ങളെ ഈ വിധം ധനികരാക്കി മാറ്റുന്നു. അതായത് ദേവതമാർക്ക് ഭഗവാനിൽ നിന്നും യാതൊരു വസ്തുവും യാചിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ആശീർവാദം ചോദിക്കുന്നുവല്ലോ. പോപ്പും മറ്റും വരുമ്പോൾ എത്ര പേരാണ് ആശീർവാദം എടുക്കാൻ പോകുന്നത്? പോപ്പ് എത്ര പേരുടെ വിവാഹങ്ങൾ നടത്തിക്കുന്നു? ബാബയാണെങ്കിൽ ഈ കാര്യം ചെയ്യുന്നില്ല. ഭക്തിമാർഗത്തിൽ എന്താണോ പാസ്റ്റ് ആയത് അത് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആകും. ദിനം പ്രതിദിനം ഭാരതം എത്ര വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ബാക്കി എല്ലാവരും കലിയുഗി മനുഷ്യരാണ്. ഇവിടെ വരാത്തതുവരെയും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ സംഗമമാണോ അതോ കലിയുഗമാണോ എന്ന്. ഒരേ വീട്ടിലെ കുട്ടികൾ മനസ്സിലാക്കും സംഗമത്തിലാണ്. പിതാവ് പറയും നമ്മൾ കലിയുഗത്തിലാണ്. അപ്പോൾ എത്ര പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ആഹാരപാനീയങ്ങളുടെയും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ സംഗമയുഗിയാണ്. ശുദ്ധവും പവിത്രവുമായ ആഹാരം കഴിക്കുന്നവർ. ദേവതമാർ ഒരിക്കലും ഉള്ളിയോ മറ്റോ കഴിക്കുന്നില്ല. ഈ ദേവതമാരെ പറയുന്നത് തന്നെ നിർവികാരി എന്നാണ്. ഭക്തിമാർഗത്തിൽ എല്ലാം തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, സദോ പ്രധാനമാകൂ. ആത്മാവ് ആദ്യം സദോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആരും തന്നെയില്ല. കാരണം അവരാണെങ്കിൽ ആത്മാവിനെ നിർലേപമായി മനസ്സിലാക്കുന്നു. ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ഇങ്ങനെയെല്ലാം പറയുന്നു. ബാബ പറയുന്നു, ജ്ഞാനത്തിന്റെ സാഗരം ഞാൻ തന്നെയാണ്. ആരാണോ ഈ ദേവീ ദേവത ധർമ്മത്തിലേതായിരിക്കുന്നത് അവരെല്ലാവരും വന്ന് വീണ്ടും തന്റെ സമ്പത്തെടുക്കും. ഇപ്പോൾ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കും ഇവർ ഇത്രയും ഉയർന്ന പദവി നേടാൻ യോഗ്യരല്ല എന്ന്. വീട്ടിൽ പോയി വിവാഹവും മറ്റും ചെയ്ത് മോശമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. അപ്പോൾ പ്രജകളും തീർച്ചയായും ഉണ്ടാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ രാജ്യം എങ്ങനെ നേടും? ഇത് ഗീതയിലെ വാക്കുകളാണല്ലോ. ഇതിനെ പറയുന്നത് തന്നെ ഗീതയുടെ യുഗം എന്നാണ്. നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അറിയുന്നുണ്ട്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. സൂര്യവംശി, ചന്ദ്രവംശി 2 രാജധാനിയും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണ കുലം സ്ഥാപിതമായി കഴിഞ്ഞു. ബ്രാഹ്മണർ തന്നെയാണ് പിന്നെ സൂര്യവംശിയും ചന്ദ്രവംശിയും ആകുന്നത്. ആരാണോ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നത് അവർ സൂര്യവംശിയാകും. മറ്റു ധർമ്മത്തിലുള്ളവർ ആരാണോ വരുന്നത്
അവർ വരുന്നത് തന്നെ തൻ്റെ ധർമ്മം സ്ഥാപിക്കുവാനാണ്. പിന്നാലെ ആ ധർമ്മത്തിലെ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ധർമ്മത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ആരെങ്കിലും ക്രിസ്ത്യനാണ് എന്ന് വിചാരിക്കൂ. എങ്കിൽ അവരുടെ ബീജരൂപം ക്രൈസ്റ്റാണ്. നിങ്ങളുടെ ബീജരൂപം ആരാണ്? ബാബ. കാരണം ബാബ തന്നെയാണ് വന്ന് സ്വർഗം സ്ഥാപിക്കുന്നത് ബ്രഹ്മാവിലൂടെ. ബ്രഹ്മാവിനെ തന്നെയാണ് പ്രജാപിത എന്ന് പറയുന്നത്, രചയിതാവ് എന്ന് പറയില്ല. ഇദ്ദേഹത്തിലൂടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. ബ്രഹ്മാവിനെയും ക്രിയേറ്റ് ചെയ്യുന്നുവല്ലോ. ബാബ വന്ന് പ്രവേശിച്ച് ഇതിനെ രചിക്കുന്നു. ശിവ് ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. ബ്രഹ്മാവും പറയുന്നു, നിങ്ങൾ എൻ്റെ സാകാരി കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ കറുത്ത മോശമായവരായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണരായിരിക്കുന്നു. ഈ സംഗമത്തിൽ തന്നെയാണ് നിങ്ങൾ പുരുഷോത്തമ ദേവി ദേവന്മാർ ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യുന്നത്. ദേവതമാർക്കും ശൂദ്രന്മാർക്കും ഒരു പ്രയത്നവും ചെയ്യേണ്ടി വരുന്നില്ല. ബ്രാഹ്മണരായ നിങ്ങൾക്കാണ് പ്രയത്നം ചെയ്യേണ്ടി വരുന്നത് ദേവതയാകുന്നതിനു വേണ്ടി. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഇത് വളരെ ചെറിയ യുഗമാണ്. അതിനാൽ ഇതിനെ ലീപ് യുഗം എന്ന് പറയുന്നു. ഇതിനെ ആരും അറിയുന്നില്ല. ബാബയ്ക്കും പ്രയത്നമുണ്ടാകുന്നു. പെട്ടെന്ന് പുതിയ ലോകം ഉണ്ടായി വരികയൊന്നുമില്ല. നിങ്ങൾക്ക് ദേവതയാകുന്നതിൽ സമയമെടുക്കുന്നു. ആരാണോ നല്ല കർമ്മം ചെയ്യുന്നത് അപ്പോൾ നല്ല കുലത്തിൽ ജന്മമെടുക്കും. ഇപ്പോൾ നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് ആകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് നല്ല കർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പുഷ്പമായി നല്ല വീട്ടിൽ ജന്മമെടുത്തുകൊണ്ടിരിക്കും. ഇവിടെ ആര് നല്ല പുരുഷാർത്ഥം ചെയ്യുന്നുവോ അപ്പോൾ തീർച്ചയായും നല്ല കുലത്തിൽ ജന്മമെടുക്കുന്നുണ്ടാകും. നമ്പർ വാർ ആണല്ലോ. എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ജന്മമുണ്ടാകുന്നു. എപ്പോഴാണോ മോശമായ കർമ്മം ചെയ്യുന്നവർ തീർത്തും ഇല്ലാതാകുന്നത്, പിന്നെ സ്വർഗത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നു. തിരഞ്ഞെടുക്കലും ഒഴിവാക്കലും നടന്ന ശേഷം ആരെല്ലാം തമോ പ്രധാനമാണോ അവർ ഇല്ലാതാകുന്നു. പിന്നെ പുതിയ ദേവതമാരുടെ വരവ് ആരംഭിക്കുന്നു. എപ്പോഴാണോ എല്ലാ ഭ്രഷ്ടാചാരികളും ഇല്ലാതാകുന്നത് അപ്പോൾ ശ്രീകൃഷ്ണന്റെ ജന്മമുണ്ടാകുന്നു. അതുവരെയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മോശമായ ആരും തന്നെ അവശേഷിക്കാത്തപ്പോൾ ശ്രീകൃഷ്ണൻ വരും. അതുവരെയും നിങ്ങൾ വന്നും പോയുമിരിക്കും. ശ്രീകൃഷ്ണനെ സ്വീകരിക്കുന്ന മാതാപിതാക്കളും നേരത്തെ വേണം. പിന്നെ നല്ലവരായവരെല്ലാം അവശേഷിക്കും, ബാക്കിയുള്ളവർ പോകും. അപ്പോൾ തന്നെയാണ് അതിനെ സ്വർഗം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെ സ്വീകരിക്കുന്ന നിങ്ങൾ അവശേഷിക്കും. നിങ്ങളുടെ മോശമായ ജന്മമായിരിക്കും ഉണ്ടാവുക. കാരണം രാവണ രാജ്യമാണല്ലോ. ശുദ്ധ ജന്മം ഉണ്ടാവുക സാധ്യമല്ല. പവിത്രമായ ജന്മം ശ്രീകൃഷ്ണന്റേതാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം പുതിയ ലോകത്തെ വൈകുണ്ഠം എന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ തികച്ചും പുഷ്പങ്ങളുടെ പുതിയ ലോകത്തിലായിരിക്കും വരിക. രാവണ സമ്പ്രദായം തീർത്തും ഇല്ലാതാകും. ശ്രീകൃഷ്ണന്റെ പേര് കൃഷ്ണന്റെ മാതാപിതാക്കളെക്കാൾ വളരെ പ്രശസ്തമാണ്. കൃഷ്ണന്റെ മാതാപിതാക്കളുടെ പേര് ഇത്രയും പ്രശസ്തമല്ല. കൃഷ്ണന് മുമ്പേ ആരുടെ ജന്മം ഉണ്ടാകുന്നുവോ അതിനെ യോഗബലത്തിലൂടെയുള്ള ജന്മം എന്ന് പറയില്ല. ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കൾ യോഗബലത്തിലൂടെ ജന്മമെടുത്തു എന്നല്ല, അങ്ങനെയല്ല. അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവരുടെയും പേര് പ്രശസ്തമാകുമായിരുന്നു. അപ്പോൾ സിദ്ധമാകുന്നത് കൃഷ്ണന്റെ മാതാപിതാക്കൾ ഇത്രയും പുരുഷാർത്ഥം ചെയ്തിട്ടില്ല എത്രത്തോളമാണോ കൃഷ്ണൻ ചെയ്തത്.
ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ടു പോകവേ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പൂർണ്ണമായും കർമാതീത അവസ്ഥയുള്ളവർ രാധാകൃഷ്ണന്മാർ തന്നെയാണ്. അവർ സദ്ഗതിയിൽ വരുന്നു. പാപാത്മാക്കളെല്ലാം ഇല്ലാതാകുന്നു. അപ്പോഴാണ് അവരുടെ ജന്മമുണ്ടാകുന്നത്. പിന്നെ പറയും പാവന ലോകം എന്ന്. അതിനാൽ ശ്രീകൃഷ്ണന്റെ പേര് പ്രശസ്തമാണ്. മാതാപിതാക്കളുടേത് അത്രയുമല്ല. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. സമയം അവശേഷിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ ഇതാകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വത്തിൽ ഇവരുടെ രാജ്യം ഇപ്പോൾ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. നമുക്കായി പുതിയ ലോകം ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളെ ദൈവിക സമ്പ്രദായം എന്ന് പറയുകയില്ല. നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായമാണ്. ദേവതയാകാൻ പോകുന്നവരാണ്. ദൈവിക സമ്പ്രദായമായി മാറും. പിന്നെ നിങ്ങളുടെ ആത്മാവും ശരീരവും രണ്ടും സ്വച്ഛമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗി പുരുഷോത്തമർ ആകുന്നവരാണ്. ഇത് മുഴുവൻ പ്രയത്നത്തിന്റെ കാര്യമാണ്. ഓർമ്മയിലൂടെ വികർമ്മ ജീത്താകണം. നിങ്ങൾ സ്വയം പറയുന്നു, ഓർമ്മ ഓരോ നിമിഷവും മറന്നു പോകുന്നു. ബാബ പിക്നിക്കിൽ ഇരിക്കുമ്പോൾ ബാബയ്ക്ക് ചിന്തയുണ്ടാകുന്നു. നമ്മൾ ഓർമ്മയിലിരിക്കുകയില്ലെങ്കിൽ ബാബ എന്ത് പറയും? അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ ഓർമ്മയിലിരുന്ന് പിക്നിക് ചെയ്യൂ. കർമ്മം ചെയ്യുമ്പോഴും പ്രിയതമനെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഓർമ്മയിലൂടെ ആത്മാവ് പവിത്രമാകും. അവിനാശി ജ്ഞാനധനത്തിന്റെയും ശേഖരണം ഉണ്ടാകും. പിന്നെ അഥവാ അപവിത്രമാകുന്നുവെങ്കിൽ മുഴുവൻ ജ്ഞാനവും ഒഴുകിപ്പോകുന്നു. പവിത്രത തന്നെയാണ് മുഖ്യം. ബാബയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ആരിലുമില്ല. മറ്റേതെല്ലാം സത്സംഗങ്ങളുണ്ടോ അതെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഭക്തി വാസ്തവത്തിൽ പ്രവൃത്തി മാർഗത്തിലുള്ളവർക്കാണ് ചെയ്യേണ്ടത്. നിങ്ങളിലാണെങ്കിൽ എത്ര ശക്തിയാണുള്ളത്. വീട്ടിലിരിക്കവേ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നു. സർവശക്തിമാനായ ബാബയിൽ നിന്നും നിങ്ങൾ ഇത്രയും ശക്തി എടുക്കുന്നു. സന്യാസിമാരിലും ആദ്യം ശക്തി ഉണ്ടായിരുന്നു. കാട്ടിൽ വസിച്ചിരുന്നു. ഇപ്പോൾ എത്ര വലിയ വലിയ ഫ്ലാറ്റ് നിർമ്മിച്ച് വസിക്കുന്നു. ഇപ്പോൾ ആ ശക്തിയില്ല. ഏതുപോലെയാണോ നിങ്ങളിലും ആദ്യം സുഖത്തിന്റെ ശക്തി ഉണ്ടായിരുന്നത്, പിന്നീട് അപ്രത്യക്ഷമാകുന്നു. അവരിലും ആദ്യം ശാന്തിയുടെ ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശക്തി അവശേഷിക്കുന്നില്ല. മുൻപ് സത്യം പറയുമായിരുന്നു, രചയിതാവിനെയും രചനയെയും നമ്മൾ അറിയുന്നില്ല എന്ന്. ഇപ്പോഴാണെങ്കിൽ സ്വയം ഭഗവാനാണെന്നും ശിവോഹം എന്നും പറഞ്ഞ് ഇരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സമയം മുഴുവൻ വൃക്ഷവും തമോ പ്രധാനമാണ്. അതിനാൽ എല്ലാവരെയും ഉദ്ധരിക്കുവാനായി ഞാൻ വരുന്നു. ഈ ലോകം തന്നെ മാറേണ്ടതുണ്ട്. എല്ലാ ആത്മാക്കളും തിരികെ മടങ്ങിപ്പോകും. നമ്മുടെ ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുകയാണ്. അത് വീണ്ടും റിപ്പീറ്റ് ആകും എന്നറിയാവുന്ന ഒരാൾ പോലുമില്ല. ആത്മാവ് ഇത്രയും ചെറുതാണ്. ഇതിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും വിനാശമാകുന്നില്ല. ഇതിൽ വളരെ നല്ല പവിത്രമായ ബുദ്ധി ആവശ്യമാണ്. അതുണ്ടാകുന്നത് ഓർമ്മയുടെ യാത്രയിൽ ലഹരി പിടിച്ച് ഇരിക്കുമ്പോഴാണ്. പ്രയത്നമില്ലാതെ പദവി ലഭിക്കില്ല. അതിനാൽ പാടപ്പെടുന്നു, കയറുകയാണെങ്കിൽ വൈകുണ്ഠ രസം കുടിക്കാം എന്ന്. ഉയർന്നതിലും ഉയർന്നതും ഡബിൾ കിരീടധാരിയുമായ രാജാക്കന്മാരുടെയും രാജാവ് എവിടെ, പ്രജ എവിടെ? പഠിപ്പിക്കുന്നത് ഒരാൾ തന്നെയാണ്. ഇതിൽ വളരെ നല്ല വിവേകം ആവശ്യമാണ്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, ഓർമ്മയുടെ യാത്രയാണ് മുഖ്യമായത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. അപ്പോൾ ടീച്ചറും ഗുരുവുമാകുന്നു.
ബാബയാണെങ്കിൽ ടീച്ചർമാരുടെയും ടീച്ചറാണ്, പിതാക്കന്മാരുടെയും പിതാവാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാബ വളരെ പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ബാബയെ വളരെയധികം ഓർമ്മിക്കേണ്ടതാണ്. പൂർണ്ണമായും പഠിക്കുകയും വേണം. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പാപം നഷ്ടമാകുന്നില്ല. ബാബ സർവ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോകും. ബാക്കി ശരീരങ്ങളെല്ലാം ഇല്ലാതാകും. ആത്മാക്കൾ അവരവരുടെ ധർമ്മത്തിന്റെ സെക്ഷനിൽ പോയി നിവസിക്കുന്നു. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയെ പവിത്രമാക്കുന്നതിനായി ഓർമ്മയുടെ യാത്രയിൽ ലഹരി പിടിച്ചിരിക്കണം. കർമ്മം ചെയ്യുമ്പോഴും ഒരു പ്രിയതമന്റെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. അപ്പോൾ വികർമ്മ ജീത്താകും. ഈ ചെറിയ യുഗത്തിൽ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. നല്ല കർമ്മങ്ങൾ അനുസരിച്ച് നല്ല സംസ്കാരങ്ങൾ ധാരണ ചെയ്ത് നല്ല കുലത്തിലേക്ക് പോകണം. വരദാനം: തൻ്റെ ആത്മീയ ലൈറ്റിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ചെയ്യുന്ന സഹജ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതുപോലെ സാകാര സൃഷ്ടിയിൽ ഏത് നിറത്തിലുള്ള ലൈറ്റ് കത്തിക്കുന്നോ അതുതന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു. അഥവാ പച്ച ലൈറ്റാണ് ഉള്ളതെങ്കിൽ 4 ഭാഗത്തും അതേ പ്രകാശം വ്യാപിക്കുന്നു. ചുവന്ന ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ ഓർമ്മയുടെ വായുമണ്ഡലം ഉണ്ടാകുന്നു. സ്ഥൂല ലൈറ്റ് വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നു എന്നിരിക്കെ, ലൈറ്റ് ഹൗസായ താങ്കളും പവിത്രതയുടെ ലൈറ്റിലൂടെ, സുഖത്തിൻ്റെ ലൈറ്റിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ചെയ്യൂ. അപ്പോൾ സഫലതാമൂർത്തി ആയി മാറും. സ്ഥൂല ലൈറ്റ് കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആത്മീയ ലൈറ്റ് അനുഭവത്തിലൂടെ അറിയും. സ്ലോഗൻ: വ്യർത്ഥ കാര്യങ്ങളിൽ സമയവും സങ്കല്പവും പാഴാക്കുന്നതും അപവിത്രതയാണ്. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതൊരു ഖജനാവും കുറച്ച് ചിലവഴിച്ച് അധികം പ്രാപ്തി നേടുക. ഇതുതന്നെയാണ് യോഗത്തിൻ്റെ പ്രയോഗം. പ്രയത്നം കുറവ്, സഫലത കൂടുതൽ. ഈ വിധിയിലൂടെ പ്രയോഗം ചെയ്യൂ. ഏതുപോലെ സമയവും സങ്കല്പവും ശ്രേഷ്ഠ ഖജനാവുകളാണ്. അപ്പോൾ സങ്കല്പം ചിലവാകുന്നത് ഏറ്റവും കുറവാകണം, എന്നാൽ പ്രാപ്തി കൂടുതലാകണം. സാധാരണ വ്യക്തിക്ക് 2-4 മിനിറ്റ് സങ്കല്പിച്ച ശേഷം, ചിന്തിച്ച ശേഷം ഏതൊരു സഫലതയോ പ്രാപ്തിയോ ആണോ ചെയ്യാൻ സാധിക്കുന്നത്, അത് താങ്കൾക്ക് 1-2 സെക്കൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് പറയുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ നേട്ടം. ചിലവ് കുറയ്ക്കൂ, എന്നാൽ പ്രാപ്തി 100 മടങ്ങ് ഉണ്ടാകണം. ഇതിലൂടെ ലാഭിക്കുന്ന സമയവും സങ്കല്പവും മറ്റുള്ളവരുടെ സേവനത്തിൽ വിനിയോഗിക്കാൻ സാധിക്കും. ദാനപുണ്യം ചെയ്യാൻ സാധിക്കും. ഇതുതന്നെയാണ് യോഗത്തിൻ്റെ പ്രയോഗം. ഓം ശാന്തി. മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഞാൻ സൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സൂക്ഷ്മ സങ്കല്പത്തിലൂടെ
ഞാൻ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ പരമാത്മാ ജ്യോതിയിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ജ്യോതി സ്വരൂപനായ ബാബയുടെ കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം പ്രഭു സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. എൻ്റെ സ്വരൂപം സമ്പൂർണ്ണ സ്വച്ഛമാകുന്നു. ഈ സമ്പന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശവീചികൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.